ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് 23 വർഷം മുമ്പ് നടന്ന ഒരു നരഹത്യയെക്കുറിച്ച് ഇങ്ങനെ റാഷണലൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു 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 റിപ്പിൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ചലനം പോലും സമൂഹത്തിൽ ഉണ്ടാക്കാതിരിക്കുന്ന ഒരു ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അങ്ങനെയല്ല. ഈ 17-ാം തീയതി രാവിലേക്ക് 16-ാം തീയതി രാത്രിയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ സംഭാഷണം. 17-ാം തീയതി രാവിലെ ഈ കേരളത്തിന്റെ വെബ്സൈറ്റിലുണ്ട്. അദ്ദേഹം എന്തോ നരേന്ദ്രമോദി 3 മണിക്കൂർ ഇടവിടാതെ സംസാരിച്ച് സൂപ്പർമാൻ്റെ അദ്ദേഹത്തിന്റെ നേട്ടം കാണിച്ചു എന്നുള്ള കവറേജ് അല്ലാതെ മറ്റുള്ള മിക്കവാറും എല്ലാം മുഖ്യധാര പത്രങ്ങളും മാധ്യമങ്ങളും മറ്റുള്ളവരും കോൺസെൻട്രേറ്റ് ചെയ്ത് നരേന്ദ്രമോദി തന്റെ സുഹൃത്ത് ട്രംപിനെ കുറിച്ച് എന്ത് മനോഹരമായി സംസാരിച്ചു എന്നുള്ളതാണ് എല്ലാ പത്രങ്ങളുടെയും മെയിൻ വാർത്ത. അതിനകത്ത് ആരും അവർ ഈ കാര്യം ചൂണ്ടി ഗോദ്രയെ കുറിച്ച് വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസ് മാത്രം അത് ഉൾപേജിൽ ഗോദ്രയെ കുറിച്ച് സംസാരിച്ചു എനിക്ക് തോന്നുന്നു. ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ നവമാധ്യമങ്ങൾ അതിനെ കുറിച്ച് വളരെ ചർച്ച, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലുള്ളവർ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇവിടെ കേരളത്തിലെ നവമാധ്യമങ്ങൾ വേറെ പല കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യാനുള്ളത് പലപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ 17-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസും നമ്മുടെ സിവിൽ സൊസൈറ്റിയും വെക്കേറ്റ് ചെയ്തു. ആ ഒരു സ്പേസിലാണ് 27-ാം തീയതി. അപ്പം അതിൻ്റെ പകരം ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ആലോചിച്ചു 17-ാം തീയതി ഇങ്ങനൊരു ചർച്ച നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നെങ്കിൽ എമ്പുരാനിൽ പറയുന്ന കാര്യം ഒരു ചർച്ചാ വിഷയമാണ് ആവശ്യം